ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭിമാനപൂർവ്വമാണ് ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള ക്ഷേമത്തിലൂന്നിക്കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നാടാകെ അംഗീകരിക്കപ്പെട്ടതാണ്. ഒരു ദശാബ്ദക്കാലമായി അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ് ആ ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങളുമായി ജനങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു ഭയാശങ്കയുമില്ല. കാരണം ഈ നാടിനെ ചേർത്തു നിർത്തിയ 10 വർഷക്കാലമാണ്. അത് അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായ നേട്ടം നേടിയെടുത്തപ്പോൾ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല നേടിയെടുത്ത നേട്ടങ്ങൾ, അതുപോലെ ഈ കേരളത്തിൻ്റെ വ്യവസായ മേഖല, അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകുന്ന കാര്യത്തിനകത്ത്, അതുപോലെ ക്ഷേമത്തിലൂന്നിയത് കൊണ്ടുള്ള 62 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ക്ഷേമ പെൻഷൻ, സ്ത്രീ സുരക്ഷാ പദ്ധതി, ചെറുപ്പക്കാർക്ക് സ്കോളർഷിപ്പ്, അങ്ങനെ 1 കോടിയോളം വരുന്ന മനുഷ്യർക്ക് നേരിട്ട് സർക്കാരിൻ്റെ സാമ്പത്തിക സഹായം എത്തിക്കുന്ന 5 ലക്ഷത്തോളം ആളുകൾക്ക് ലൈഫ് പാർപ്പിട പദ്ധതി വഴി വീട് ഉറപ്പാക്കിയ, 3 ലക്ഷത്തിലധികം വരുന്ന ചെറുപ്പക്കാർക്ക് ജോലി നൽകിയ, അങ്ങനെ കേരളത്തിൻ്റെ അടിസ്ഥാന വികസനത്തിൽ റോഡുകളും പാലങ്ങളും സ്കൂൾ കെട്ടിടങ്ങളും ആരോഗ്യ മേഖലയും വ്യവസായ മേഖലയും ടൂറിസം മേഖലയും എല്ലാം നേടിയെടുത്ത നേട്ടത്തിൽ നിന്നുകൊണ്ടാണ് കേരളം ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. ജനങ്ങൾക്ക് ദൃശ്യയോഗ്യമായ സ്പർശയോഗ്യമായ വികസനമാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. കേരളത്തിൽ മുമ്പൊരിക്കലും, ഇപ്പോൾ UDF ഗവൺമെൻറ്റിൻ്റെ അവസാന കാലഘട്ടത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങളെ ചൂണ്ടിക്കാട്ടി, ഇപ്പോൾ കണ്ണൂർ വിമാനത്താവളം അല്ലെങ്കിൽ മറ്റേതെങ്കിലും പദ്ധതി, അതൊന്നും ജനങ്ങൾക്ക് കാഴ്ചയിൽ കാണാൻ കഴിയുന്ന വികസനമായിരുന്നില്ല. വർത്തമാനത്തിൽ മാത്രമുണ്ടായിരുന്ന വികസന പദ്ധതികളെക്കുറിച്ചായിരുന്നു UDFൻ്റെ അവസാന കാലത്ത് അവരുടെ ഗവൺമെൻറ് ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞതെങ്കിൽ, ഇന്ന് ദൃശ്യയോഗ്യമായ സ്പർശയോഗ്യമായ ഞങ്ങൾ നേടിയെടുത്ത നേട്ടങ്ങൾ ഇതാണ് എന്ന് കാട്ടിക്കൊടുക്കാൻ കഴിയുന്ന നിലയിലുള്ള വികസന പ്രവർത്തനങ്ങളുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ കൊല്ലം ജില്ലയിൽ നിൽക്കുമ്പോൾ തൊഴിലാളി വർഗത്തിൻ്റെ ഈറ്റില്ലമാണ്, ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ കരുത്തുറ്റ ജില്ലയാണ്. ഞങ്ങൾക്ക് അഭിമാനപൂർവ്വം ഈ ജില്ല നേടിയെടുത്ത നേട്ടങ്ങൾ, ഈ ജില്ലയിൽ നേടിയെടുത്ത നേട്ടങ്ങൾ എന്ന് പറയുമ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിലുള്ള ഓപ്പൺ യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ ഗുരു സമുച്ചയം, ആരോഗ്യ മേഖലയിൽ, വ്യവസായ മേഖലയിൽ, IT പാർക്കുകൾ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ നേടിയെടുത്ത വലിയ നേട്ടങ്ങൾ, ആ നേട്ടങ്ങളുടെയും അതുപോലെ തന്നെ ഈ ജില്ല നേടിയെടുത്ത പരമ്പരാഗത വ്യവസായ മേഖലയടക്കം ചേർത്തു നിർത്തിക്കൊണ്ട് രാജ്യത്തെ ഗവൺമെൻറ് പരമ്പരാഗത വ്യവസായ മേഖലയെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും ആ മേഖലയെ ചേർത്തു നിർത്തിക്കൊണ്ട് ഈ ജില്ലയുടെ തൊഴിലാളി മേഖലയെ, പരമ്പരാഗത വ്യവസായത്തെ, സാധാരണ മനുഷ്യരെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള മുന്നേറ്റത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ ജനങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ കഴിഞ്ഞ വർഷം നേടിയെടുത്ത 9 സീറ്റുകൾക്കപ്പുറത്തേക്ക് തമ്മിലടിയും അവസരവാദവും തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ പോലും കിട്ടാതെ ഇന്ന് പല മണ്ഡലങ്ങളിൽ നമ്മൾ കാണുന്നത് ആ തമ്മിലടി ഈ കൊല്ലം ജില്ലയിൽ തന്നെ കാണുകയാണ്. ദേശീയ നേതാക്കന്മാർ വന്ന് തന്നെ ഈ കോൺഗ്രസ് പ്രവർത്തകന്മാരുടെ മുമ്പിൽ നിന്ന് കരയുന്ന കാഴ്ച ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ കൊല്ലം ജില്ലയിൽ 11 സീറ്റും നേടി ഐതിഹാസികമായ വിജയം ഈ കൊല്ലം ജില്ലയിൽ ഇടതുപക്ഷം നേടിയെടുക്കുമെന്ന ഉറപ്പാണ്. മറ്റാരുണ്ട് LDF അല്ലാതെ?